എല്ലാവർക്കും മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് ഞാൻ മെഷർമെൻറ്റ് ചാർട്ടും അതുപോലെ ടേപ്പും അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇത് പെറ്റിക്കോട്ട് നമ്മൾ ആണ് പറയുന്നത്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഫുൾ ലെങ്ത്ത് 23 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഷോൾഡർ മുതൽ നമുക്ക് എന്തോരാണ് ഇറക്കം വേണ്ടത്. ചിലർക്ക് മുട്ട് വരെ മതിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇറക്കണമെങ്കിൽ അങ്ങനെ എന്ന രീതിയിലാണ് 23 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നത്. ഈ ബോഡി ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പെറ്റിക്കോട്ട് തയ്ക്കുമ്പോൾ രണ്ട് പാർട്ടായിട്ട് തയ്ക്കുക. ഒരെണ്ണം സ്കേർട്ടായിട്ടും ഒരെണ്ണം ടോപ്പ് എന്ന രീതിയിലും. ഈ ടോപ്പിൻ്റെ ഇറക്കം എന്തോരം വേണം എന്നുള്ളതാണ് ഈ ബോഡി ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ 8 ഇഞ്ച് കൊടുത്തേക്കണ്. ചിലവർക്ക് ചിലപ്പോൾ എന്താ പറയുക, പൊക്കിളിൻ്റെ മേലെ വേണം അല്ലെങ്കിൽ പൊക്കിളിൻ്റെ താഴെ വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും. അതനുസരിച്ച് നമുക്ക് ബോഡി ലെങ്ത്ത് എടുക്കാവുന്നതാണ്. പിന്നെ ചെസ്റ്റ് ഞാൻ 19.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 19.25 ചെസ്റ്റ് എടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും നമ്മൾ ബ്രസ്റ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വട്ടനെ പിടിച്ചിട്ട് വേണം നമുക്ക് ശരീരവണ്ണം എടുക്കാനായിട്ട്. കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും അങ്ങനെ വേണം എടുക്കാനായിട്ട്. ഈ 3 അളവ് മാത്രം മതി, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ ബാക്കി അളവെന്ന് പറയുന്നത് നെക്കിൻ്റെ വെഡ്ത്ത്, നെക്ക് ഡെപ്ത്ത്, ഷോൾഡർ, ആം ഹോൾ, ഇത്രയാണ് പിന്നെ വരുന്ന അളവുകൾ. ഞാനിപ്പോൾ ഓൾറെഡി മെഷർമെൻറ്റ് ചാർട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കതനുസരിച്ച് ഈ ചാർട്ട് വെച്ചാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരണില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് 0 to 1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പെറ്റിക്കോട്ടിൻ്റെ ടോപ്പ് മേൽവശമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 01, അതായത് ഒരു തുണിയിൽ എന്തോരം തുണി നമ്മൾ 4 മടക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ കാട്ടിത്തരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നതാണ്. 01 അത് ശരീരവണ്ണം. നമുക്ക് വണ്ണം, ഒരു സൈഡിലേക്കുള്ള വണ്ണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. 01 നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം, അതായത് ഒരു സൈഡിലേക്കുള്ള വണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ 01 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ 01 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19.25 നമുക്ക് വണ്ണം അല്ലെങ്കിൽ ചെസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതിനോട് 3 ഇഞ്ച് ലൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 ഇഞ്ച് മുതൽ 29 ഇഞ്ച് വരെ ഉള്ളവർക്ക് 3 ഇഞ്ച് ലൂസ് ഇട്ട് വേണം ചെയ്യണം എന്നുള്ളത്. അതാണ് ഇവിടെ 3 ഇഞ്ച് ലൂസ് ഇട്ടേക്കുന്നത്. അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 22.25 കിട്ടി. അത് ഡിവൈഡ് ബൈ 4 ചെയ്യുക. അതിന് 4/1 ചെയ്യാണ്. അപ്പം നമുക്ക് 5.7 ഇഞ്ച് കിട്ടി. അതായത് ശരീരവണ്ണത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് അതായത് നമ്മുടെ കഴുത്തിൻ്റെ സെൻറ്റർ മുതൽ ആം ഹോൾ, കൈക്കുഴി വരെയുള്ള ഒരു സൈഡിലേക്കുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പം നമുക്ക് 7.2 കിട്ടി. അതിന് 7.25 7.25 എന്ന രീതിയിൽ എടുക്കുകയാണ്. പിന്നെ 02 എന്ന് പറഞ്ഞാൽ ഇറക്കം, അതായത് ബോഡി ലെങ്ത്ത്, അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തോരാണ് ഇറക്കം എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത്. അപ്പം ഞാനിവിടെ ബോഡി ലെങ്ത്ത് 8 ഇഞ്ച് കൊടുത്തേക്കണം. അതിനോട് 1 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം നമുക്ക് മുകളിൽ ഒരു 1/2 ഇഞ്ചോളം, ഈ അടിവശത്തും ഒരു 1/2 ഇഞ്ചോളം നമുക്ക് വേണ്ടി വരും എക്സ്ട്രാ ആയിട്ട് അടിക്കാനായിട്ട്. അതിന് വേണ്ടിയാണ് 1 ഇഞ്ച് ആഡ് ചെയ്തേക്കണം. അങ്ങനെ 9 ഇഞ്ച്. മനസ്സിലായെന്ന് വിചാരിക്കണം. 0 to 1 നമുക്ക് 7.25, 0 to 2 നമുക്ക് 9 ഇഞ്ചും കിട്ടി. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് പെറ്റിക്കോട്ടിൻ്റെ ടോപ്പാണ്. ഇനി പെറ്റിക്കോട്ടിൻ്റെ സ്കേർട്ടാണ് ഇനി പറയാൻ പോകുന്നത്. 7 to 8, അതായത് ഇവിടുന്ന് ഇവിടത്തോളം വരെയുള്ള ഇറക്കം. അതായത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ലെങ്ത്ത്, അതായത് ഫുൾ ലെങ്ത്തിന് നമുക്ക് ബോഡി ലെങ്ത്ത് കുറയ്ക്കണം. ഫുൾ ലെങ്ത്ത് നമുക്ക് 23 ഇഞ്ച് കിട്ടിയേ. അതിന് ബോഡി ലെങ്ത്ത് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് 15 ഇഞ്ച് കിട്ടി. അതിനോട് 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. അതായത് താഴെ നമുക്ക് 1 ഇഞ്ചോളം മടക്കി അടിക്കണം. മുകളിൽ നമുക്ക് നിന്ന് ഇവിടെ ഒരു 1/2 ഇഞ്ചോളം നമുക്ക് എന്താ പറയുക, ടോപ്പും സ്കേർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും. അങ്ങനെയാണ് 1.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ 15 + 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 16.5 ഇഞ്ച് വരും. പിന്നെ 7 to 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കേർട്ടിൻ്റെ വീതി, എന്തോരം വീതി നമുക്ക് വേണമെന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എടുക്കണ തുണിക്ക് എന്തോരം വീതിയുണ്ട്, അതനുസരിച്ച് നമുക്ക് ഫുള്ള് എടുക്കണമെങ്കിൽ എടുക്കാം. ഇല്ല, നമുക്ക് പെറ്റിക്കോട്ടിന് ആവശ്യമായിട്ടുള്ള വീതി മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ ചെസ്റ്റ് നമുക്ക് കിട്ടിയത് 19.25. ഈ ചെസ്റ്റിൻ്റെ 2 ഇരട്ടി
ആണ് നമ്മൾ എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 19.25 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 39.5 കിട്ടി. ആ 39.5യുടെ 4/1 എന്ന് പറയുമ്പോൾ 39 ഡിവൈഡ് ബൈ 4, അതായത് 9.8, അതായത് നമ്മൾ 10 ഇഞ്ചോളം എടുത്തു. മനസ്സിലായെന്ന് വിചാരിക്കണം. ഒന്നുകൂടി പറയാം. നമുക്കൊരു ചെസ്റ്റ് 19.25 കിട്ടി. അതേ ഇൻറ്റു 2, അതായത് 2 ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് 39.5 കിട്ടി. അതിൻ്റെ 4/1 കാണാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സൈഡിലേക്കുള്ള അളവ് മാത്രമാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ സെൻട്രൽ പോർഷനിൽ ഒരു സൈഡിലേക്കുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ തുണിയിൽ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുണി 4 മടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 39 ഡിവൈഡ് ബൈ 4, അതായത് 9.8, അതായത് 10 ഇഞ്ച് കിട്ടി. ആ 10 ഇഞ്ചിനൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യണം. ആ തയ്യൽത്തുമ്പ് എന്തുകൊണ്ട് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓൾറെഡി ടോപ്പ് തയ്ക്കാൻ വേണ്ടി 1.5 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 11.5 ഇഞ്ച് കിട്ടി. അപ്പോൾ അത് സ്കേർട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രം നമുക്ക് 11.5 ഇഞ്ച് വേണം. ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 16.5 ഇഞ്ച് വേണം. അപ്പോൾ വീതി ഒരു സൈഡിലേക്ക് 11.5 എന്ന് പറയുമ്പോൾ 2 സൈഡിലേക്കും കൂടി ഫ്രണ്ട് മാത്രം 2 സൈഡിലേക്ക് കൂടി നമുക്ക് 23 ഇഞ്ചോളം നമുക്ക് വേണ്ടി വരും. മനസ്സിലായെന്ന് വിചാരിക്കണേ. പിന്നെ ഉള്ളത് ഇവിടെ ടോപ്പിൽ 03 എന്ന് പറയുന്നത് നെക്ക് വെഡ്ത്താണ്. 03 എന്ന് പറയുന്നത് ഷോൾഡറാണ്. ഞാനിവിടെ ചെസ്റ്റ് 19.25 ആയതുകൊണ്ട് ഞാനിപ്പോൾ 20 ഇഞ്ചിൻ്റെ ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. അതെടുക്കുകയാണെങ്കിൽ 03 എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്. 20ൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് വരും. അതുപോലെ 04 എന്ന് പറയുന്നത് നെക്ക് വെഡ്ത്താണ്. 20 നെക്ക് വെഡ്ത്ത് എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച് വരും. പിന്നെ 4 to 5 എന്ന് നെക്കിൻ്റെ ഡെപ്താണ്. നെക്ക് ഡെപ്ത്ത് എന്ന് പറയുന്നത് 3.5 വരും. പിന്നെ 3 to 6 എന്ന് പറയുന്നത് ആം ഹോളാണ്. ആം ഹോള് നമുക്ക് 4 ഇഞ്ച് വരും. ഇത്ര അളവുകളാണ് നമുക്ക് പെറ്റിക്കോട്ടിന് വേണ്ടി വരുന്നത്. ഞാൻ നേരത്തെ അതിലെ പാർട്ട് 2 ആയ കട്ടിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ എടുത്തേക്കുന്നത് കോട്ടൻ്റെ നൈറ്റി തുണിയാണ്. തുടക്കക്കാരെപ്പോഴും കോട്ടണിൽ വേണം തയ്ച്ച് പഠിക്കാനായിട്ട്. (02) നമുക്ക് കിട്ടിയേക്കുന്നത് 9 ഇഞ്ചാണ്. 01 നമുക്ക് ആവശ്യം 7.25 ഇഞ്ച്. 0 to 1 നമുക്ക് ഏകദേശം 7.25 15 ഇഞ്ചോളം. 02 നമുക്ക് 9-18 ഇഞ്ചാണ് ആവശ്യം. ഞാൻ അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ തുണി മടക്കുന്നത് എങ്ങനെയാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേണം മടക്കാനായിട്ട്. (0 to 1) നമുക്ക് 7.25 ഇപ്പോൾ ഇത് ഏകദേശം 8-8.5 അടുത്തുണ്ട്. ഞാൻ അതിന് ഒന്നും കൂടി മടക്കാണ്. മടക്കുന്നത് എല്ലാവരും പ്രത്യേകം ശരിക്കും ശ്രദ്ധിക്കുക. ഇനി 0 to 1 7.25 ഞാനത് അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം 8-8.5 അടുത്തുള്ളതുകൊണ്ട് ഞാൻ 7.25 അവിടെ വെച്ച് അടയാളപ്പെടുത്താണ്. നമ്മൾ കുറച്ച് 1 ഇഞ്ചോളം 1.5 ഇഞ്ചോളം കൂടുതൽ തുണി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, തയ്യൽ തുമ്പ് കൂടാണ്ട്. ഇനി 0 to 2 9 ഇഞ്ചാണ്, അത് അതിലും കൂടുതലുണ്ട്. ഇനി നമുക്ക് അടുത്തത് 0 to 3 നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ നമുക്ക് 4 ഇഞ്ച് വന്നേക്കുന്നത്. നമ്മളത് മെഷർമെൻറ്റ് ചാർട്ട് വെച്ചാണ് എടുത്തേക്കുന്നത്. നമുക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി അടുത്തത് ആം ഹോളാണ്. ആം ഹോള് നമുക്ക് 4 ഇഞ്ച് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിലും മെഷർമെൻറ്റ് ചാർട്ട് ഉണ്ടായിരിക്കും. നമുക്ക് 4 ഇഞ്ചും അടയാളപ്പെടുത്തി ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള 4 ഇഞ്ച് താഴേക്ക് കൂടി അടയാളപ്പെടുത്തി ഒരു സ്ക്വയറായിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് നെക്ക് വിഡ്ത്താണ്. 0 to 4 നമുക്ക് 1.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ അടയാളപ്പെടുത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്ക് ഡെപ്താണ്, അതായത് 4 to 5 3.5 ഇഞ്ച് നമ്മൾ അതും അടയാളപ്പെടുത്താണ്. എന്നിട്ട് നമുക്കൊരു സ്ക്വയർ പോലെ വരയ്ക്കാം.
ഇനി നമ്മൾ 0 to 1 നമുക്ക് 5.7 അതുപോലെ 7.4 കിട്ടിയേക്കുന്നത്. നമുക്കിനി അത് അടയാളപ്പെടുത്താം. 7.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5.25 നമ്മൾ ബോഡിയിൽ നിന്ന് കിട്ടിയ അളവ്. അതിൽ നിന്നുള്ള 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് നമുക്ക് 7.4 കിട്ടിയേക്കുന്നത്. നമ്മളത് അടയാളപ്പെടുത്തി. ഇനി അടുത്തത് നമുക്ക് 0 to 2 നമുക്ക് 9 ഇഞ്ചാണ്. നമുക്ക് അതും അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് നമ്മളിവിടെ 5.25 7.4 അടയാളപ്പെടുത്തിയത് തന്നെ നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്താണ്. ഇത് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് ഞാനിവിടെ ഷേപ്പ് ഞാൻ ചെയ്യുന്നില്ല. കറക്റ്റ് സെയിം അളവ് തന്നെ താഴേക്ക് അടയാളപ്പെടുത്താണ്. ഇനി ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. നമ്മളിപ്പോൾ 5.25 അവിടെയും 7.4 അവിടെയും വരയ്ക്കുന്നുണ്ട്. അപ്പം ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 7.4 അവിടെ വെച്ച് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് തയ്യൽ തുമ്പ് കൂടാണ്ട് നമ്മൾ 1 ഇഞ്ചോളം അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെപ്പോഴും ശ്രദ്ധ വേണം. ഇനി നമുക്കുള്ളത് ആം ഹോളിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെ കയറി വരയ്ക്കാനാണ്. ആം ഹോള് നമുക്ക് 3 to 6 നമുക്ക് 4 ഇഞ്ച് കിട്ടിയേക്കണേ. അതിൻ്റെ പകുതി 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് വേണം ചെറിയൊരു കയറി വരയ്ക്കാൻ. അതുപോലെ നെക്കും നമുക്ക് 3.5 കിട്ടിയേക്കുന്നത്. അതിൻ്റെ പകുതിയിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ചെറിയൊരു കർവ് എന്ന രീതിയിൽ വരയ്ക്കാനായിട്ട്. നമുക്ക് കട്ട് ചെയ്യാം. പെറ്റിക്കോട്ടിൻ്റെ ടോപ്പ് പോർഷൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അതിൻ്റെ സ്കേർട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇനി ചെയ്യുന്നത് സ്കേർട്ട് വിഡ്ത്താണ്. 7 to 9 നമുക്ക് 11.5 കിട്ടിയിട്ടുണ്ട്. അത് 4 ഒരു ഭാഗം അതിൻ്റെ ഒരു സൈഡിലേക്ക് അങ്ങനെ മൊത്തം ഫ്രണ്ടിൻ്റെ ഒരു പോർഷനിലേക്ക് മാത്രം 11.5 എന്ന രീതിയിൽ 23 ഇഞ്ചോളം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 46 ഇഞ്ചാണ്. മൊത്തം ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് മൊത്തം തുണി നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് 11.5 11.5 23 ഇഞ്ച്. ഞാൻ 23 ഇഞ്ചിൻ്റെ അവിടെ അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് കൂടുതലുള്ള ഭാഗം ഞാനത് കട്ട് ചെയ്ത് മാറ്റാണ്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് 16.5 അതും നമുക്ക് അടയാളപ്പെടുത്തി എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സ്റ്റിച്ചിങ് ക്ലാസ് 2 പാർട്ട് 3 ആണ് സ്റ്റിച്ചിങ്. പാർട്ട് 1 കാൽക്കുലേഷൻ, പാർട്ട് 2 കട്ടിങ്, പാർട്ട് 3 സ്റ്റിച്ചിങ്. പെറ്റിക്കോട്ടിൻ്റെ മോൾവശം ടോപ്പ് ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അതിന് തന്നെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. നല്ല വശവും തമ്മിൽ കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഗ്യാപ്പിൽ നമുക്ക് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ എപ്പോഴും ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ചെയ്യാൻ വെച്ചാൽ ഷോൾഡർ ആയതുകൊണ്ട് 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡിലും ചെറുതായിട്ട് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും. പിന്നെ ചെയ്യാൻ വെച്ചാൽ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം, അത് മറക്കരുത്. ഡബിൾ സ്റ്റിച്ച് എപ്പോഴും ചെയ്യുക. ഷോൾഡർ അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഇനി നെക്കും ആം ഹോളും മടക്കി അടിക്കണം. 1/4 ഇഞ്ച് വീതിയിൽ നെക്കിൻ്റെ എവിടെയും ആം ഹോളിൻ്റെ എവിടെ ആദ്യം ഒരു മടക്കുക, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കുക. അപ്പോൾ മൊത്തം 1/2 ഇഞ്ച് വരും.
അങ്ങനെ 4 ഇഞ്ച് വീതിയിൽ മടക്കി നെക്കും ആം ഹോളും നമുക്ക് മടക്കി അടിക്കാം. ടോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്കേർട്ടും കൊണ്ട് ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് 23 ഇഞ്ചോളം വരുന്നുണ്ട്. ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു സിംഗിൾ പീസിലാണ് കട്ട് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഞാനത് 2 പീസ് ആക്കണമെന്നുള്ളൂ. ഞാൻ ഈ ടോപ്പ് അളന്ന് നോക്കുകയാണ്. നമുക്കൊരു സൈഡിലേക്ക് 7.25 7.25 എന്നല്ല 14.5 കറക്റ്റായിട്ട് നമുക്ക് 14.5 ഉണ്ട്. നമുക്ക് ഞാൻ ഒരു അളവിലേക്ക് നമുക്ക് ഈ സ്കേർട്ട് ആക്കണം. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ചാണല്ലോ കൊടുത്തത്. 1.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്താണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് വീതിയിൽ ചെറിയൊരു പ്ലീറ്റ് ഇടാണ്. അപ്പോൾ 4 ഇഞ്ച് 1/2 ഇഞ്ച് വീതി വരും. ആ ഒരു രീതിയിൽ ചെറിയൊരു പ്ലീറ്റ് ഇടാണ്. 1.5-2 ഇഞ്ച് വീതി ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ 4 ഇഞ്ച് അതായത് 1/2 ഇഞ്ച് ഇതിൽ പ്ലീറ്റ് ഇടുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പ് ഇടുന്ന ഗ്യാപ്പ് എപ്പോഴും എല്ലാത്തിൻ്റെയും കറക്റ്റ് ആയിരിക്കണം, എന്നാലും നമുക്ക് ഭംഗിയിൽ കിട്ടുള്ളൂ. ഇത് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് പ്ലീറ്റിന് വീതി മതി. ആ എടുക്കണ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെയും വിഡ്ത്ത് കറക്റ്റ് ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ ഏറ്റവും അറ്റത്തും ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ നോക്കണം, നമ്മൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് 14.5 ആണല്ലോ, അത്രയും ആ ഒരു വീതിയെ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലേന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമുക്കിനി അടുത്ത ഭാഗം കൂടി ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പും സ്കേർട്ടിൻ്റെയും നല്ല വശവും തമ്മിൽ കൂട്ടി വെച്ചിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ മുൻപ് നമ്മൾ ടോപ്പിൻ്റെ 2 അറ്റവും നമ്മൾ ഇതിന് കൂട്ടി ഒപ്പത്തിനൊപ്പം വെച്ച് നമ്മുടെ എടുത്തേക്കണ സ്കേർട്ടിൻ്റെ വീതിയും ടോപ്പിൻ്റെ വീതിയും ഒപ്പത്തിനൊപ്പം അല്ലെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോഴും പറയുകയാണ്, ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണവരാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിനി ഡബിൾ സ്റ്റിച്ച് ഇടണം, അത് മറക്കരുത്. എപ്പോഴും തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടോളൂ, അല്ലെങ്കിൽ സ്കേർട്ട് ആയതുകൊണ്ട് കുട്ടികൾ പിടിച്ച് വലിക്കുക അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ സ്റ്റിച്ച് വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പെറ്റിക്കോണിൻ്റെ ഒരു സൈഡ് റെഡിയായി. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡും കൂടി ചെയ്യാം.
അങ്ങനെ നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഒരുമിച്ച് വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണല്ലോ അടയാളപ്പെടുത്തിയേക്കണം. ആ 1.5 ഇഞ്ച് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്കേർട്ടിന് നമ്മുടെ അരവേസ്റ്റ് വരെ കറക്റ്റ് 1.5 ഇഞ്ചിൽ തന്നെ അടയാളപ്പെടുത്തിയ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴേക്ക് പോകും തോറും അത് കുറഞ്ഞ് നമ്മളുടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് എന്ന രീതിയിലേക്കായി താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ കാട്ടിത്തരാം. എന്നിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ തേരുവശം ആയതുകൊണ്ട് ഞാൻ ഒരു മടക്ക് മടക്കുന്നുള്ളൂ, 1/2 ഇഞ്ചിൻ്റെ ഒരു മടക്ക് മടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് 1 ഇഞ്ചിൻ്റെ അല്ല 1/2 ഇഞ്ച് എന്ന രീതിയിൽ ഞാൻ തേരുവശം ആയതുകൊണ്ട് 1/2 ഇഞ്ച് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 മടക്ക് 1/2 ഇഞ്ചിൻ്റെ 2 മടക്ക് എന്ന രീതിയിൽ മൊത്തം 1 ഇഞ്ച് വരും. അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ക്ലാസ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.